ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പച്ചമാങ്ങയും തേങ്ങാപ്പാലും കൊണ്ടുള്ള നല്ല കിടിലം വെറൈറ്റി ഡ്രിങ്കിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കിടിലൻ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പച്ചമാങ്ങയും തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഈ ഒരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരൊറ്റ പച്ചമാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തേനെ. വെറും 2 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു വെറൈറ്റി ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 3 രീതിയിൽ പച്ചമാങ്ങ കൊണ്ട് ഞാൻ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിന് അതിക്ക് ഈ ഒരു പച്ചമാങ്ങ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരൊറ്റ വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ വിസിലടുപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 3 രീതിയിൽ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കേട്ടോ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അടുത്ത ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം വെറൈറ്റിയാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാങ്ങ കുറച്ച് പുളിയുള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. 1-2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കിടിലൻ ഡ്രിങ്ക് റെഡി ആയതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 2 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് ഞാനിതാ ഒരു 10 മിനിറ്റ് മുന്നേ കുതിർത്ത് കസ്കസ് ഉണ്ടല്ലോ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടുത്തൊരു ജ്യൂസും കൂടി ഞാനിതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുക്കർക്ക് കുറച്ച് ഈ ഒരു മാങ്ങയും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എത്ര നിങ്ങൾക്ക് മധുരം വേണ്ടി എത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനതാൽ 1.5 തവിയോളം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് സംഭവം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 5 രൂപയുടെ ഹോർലിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഹോർലിക്സ് ഈ ഒരു പച്ചമാങ്ങ ചേർത്ത് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂട്ടോ. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെറൈറ്റി ഡ്രിങ്ക് കൂടി റെഡി ആയതിനെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് കസ്കസ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇട്ടോ. ഞാനിതായാലും കുറച്ച് ഈ ഒരു ഹോർലിക്സ് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് വെക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ടാമത്തെ വെറൈറ്റി ഡ്രിങ്കും റെഡി ആയതിന്. ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് പറയണ രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഈ ഒരു വെറൈറ്റി ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. വെറും 2 മിനിറ്റ് മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ ഒരു വേനൽക്കാല ചൂടിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ പച്ചമാങ്ങ ഡ്രിങ്ക്. ഇനി അടുത്ത ആ ഒരു വെറൈറ്റി ഡ്രിങ്ക് കൂടി ഉണ്ടാക്കിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് മാങ്ങയുടെ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 1-2 ഏലക്കായ് പിന്നെ വേണ്ടിയത് ഈ ഒരു പിസ്താണ് കേട്ടോ. ഒരു 3 തുള്ളിയോറ് പിസ്ത ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെറൈറ്റി ഡ്രിങ്കും കൂടി റെഡി ആയതിന്. പച്ചമാങ്ങ കൊണ്ടാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റിലായിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ആണെങ്കിൽ വെറും 2 മിനിറ്റ് മാത്രം മതി. പിന്നെ അതിലേക്ക് കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്തത്. ഇത് ഓപ്ഷണലാട്ടോ, നിർബന്ധമൊന്നുമില്ലേ, ആ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ നമ്മളെ ഈ ഒരു വെറൈറ്റി 3 രീതിയിലുള്ള ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
പുതിയ കൂട്ടുകാർ കാണരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ്